കാസർഗോഡ് കീക്കാനത്ത് അമ്മ മകന്റെ ദേഹം പൊള്ളിച്ചു. ഫോൺ വിളിക്കിടെ ശല്യം ചെയ്തതിനാണ് അമ്മ മകന്റെ ദേഹം പൊള്ളിച്ചത്. ചായപാത്രം ചൂടാക്കിയാണ് പൊള്ളിച്ചത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവം? കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കീഴ്ക്കാനത്താണ് ഈ സംഭവം നടക്കുന്നത്. വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ ശല്യമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് 10 വയസ്സുകാരനെ ചായ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിച്ച് അമ്മ പൊള്ളിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പരാതി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസിൽ ഇപ്പോൾ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ അമ്മ ഒളിവിൽ പോയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കാമുകനൊപ്പം ആൺസുഹൃത്തിനൊപ്പം ഒളിച്ചോടി എന്നൊരു വിവരമാണ് ബന്ധുക്കൾ നൽകുന്നത്. എന്തായാലും ഇതിനുശേഷം ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് ഈ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമികമായും നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണെന്നും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായൊരു സംഭവമാണ് ഇത്. ഈ 10 വയസ്സുകാരനെ ചായ തിളപ്പിക്കുന്ന പാത്രം ഉപയോഗിച്ചാണ് അമ്മ പൊള്ളി പരിക്കേൽപ്പിച്ചത്. ഈ വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ അമ്മ മകനെ ശല്യം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരത നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഭിച്ചിട്ടുള്ള ഒരു പരാതിയാണ്. ഈ പരാതിയിൽ മേൽ എന്താണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർദാർ, ശരി, വ്യക്തമാണ് ജോസഫ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ ജോസഫിലേക്ക് വീണ്ടും തിരിച്ചെത്തും. കാസർഗോഡ് കീക്കാനത്താണ് അമ്മ മകന്റെ ദേഹം പൊള്ളിച്ചത്. ഫോൺ വിളിക്കിടെ വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ മകൻ ശല്യം ചെയ്തതിനാണ് അമ്മ ചായപാത്രം ചൂടാക്കി മകന്റെ ദേഹം പൊള്ളിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.